ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രോഷയുടെ 9ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ചധികം സ്റ്റിച്ചസ് പഠിക്കാം. കുറച്ച് ചെയിൻസ് ഉണ്ടാക്കുവാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ചെയിൻസ്, സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ ഇതൊക്കെ പഠിച്ചു. കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് നോക്കിയല്ലേ. ഇനി നമുക്ക് പാറ്റേൺ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് അധികം സ്റ്റിച്ചസിനെ കുറിച്ച് പഠിക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറേയധികം ചെയിൻസ് ഇടുവാണ് കേട്ടോ. ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസായിട്ട് ചെയ്യുന്നുള്ളത്. ഇവിടെ ഞാൻ കോട്ടൻ്റെ കോഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹുക്ക് നമ്പർ 3.5. ഓക്കെ, നമുക്ക് കുറേയധികം പ്രോജക്റ്റിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റിച്ചുകളും അതുപോലെ തന്നെ ഡിസൈനുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻക്രീസ് എന്താണെന്ന് നോക്കാം. ഇൻക്രീസിനെ INC എന്നാണ് പറയുക. ഇൻക്രീസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റത്തെ ഈ ഒരു ചെയിൻ വിട്ടിട്ടാണ് ചെയ്യുക. സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ ഒക്കെ നമ്മൾ പഠിച്ച്. അപ്പം നമുക്ക് ഇൻക്രീസ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഡബിൾ ക്രോഷേയിൽ ഇൻക്രീസ് ചെയ്യാം, സിംഗിൾ ക്രോഷേയിൽ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരേ സ്റ്റിച്ചിൽ തന്നെ, ഇതിൽ ഞാൻ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത് തൊട്ടടുത്ത സ്റ്റിച്ചിൽ. ഓക്കെ, സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 2 സ്റ്റിച്ച് ചെയ്യുന്നതിനാണ് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ സിംഗിൾ ക്രോഷേയിലാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേയിൽ ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. സെയിം സ്റ്റിച്ച് തന്നെ 2 ഇവിടെ 2 ഡബിൾ ക്രോഷേ, അതുപോലെ തന്നെ ട്രിപ്പിൾ ക്രോഷേയിലും. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഡിക്രീസ് എന്താണെന്ന് നോക്കാം. ഡിക്രീസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിച്ചസ് കുറക്കാൻ വേണ്ടിയിട്ട്, 2 ചെയിൻസിനെ ഒന്നാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഞാൻ ഇതുപോലെ എടുത്തു, വീണ്ടും അടുത്തതിൽ കൂടെ ഇതുപോലെ എടുത്തു, 3 കൂടെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഡിക്രീസ്. ഇവിടെ ഒരു രണ്ട് ചെയിൻ കൂടെ ഒരു ചെയിനായി. നമുക്ക് ഡിക്രീസ് തന്നെ 2 തരത്തിൽ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് ചെയിൻസ് ഇട്ടതിന് ശേഷം ഒരു ലെയർ സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെയിൻ ഇട്ടിട്ട് ടേൺ ചെയ്യാം. ഇവിടെ ഞാൻ ഡിക്രീസ് ചെയ്ത് കാണിക്കാം കേട്ടോ. ആദ്യത്തെ ഈ ഒരു സ്റ്റിച്ചിലോട്ട് ഞാൻ സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. അടുത്തതിലോട്ടാണ് കേട്ടോ ഡിക്രീസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സിംഗിൾ ക്രോഷേ ഒന്നുകിൽ ഈ 2 ലൂപ്പും വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ എടുക്കാം. വീണ്ടും ഇവിടെ ഇപ്പോൾ ഈ 3 സ്റ്റിച്ച് വരും. നമുക്ക് ഇതുപോലെ ഒന്നിച്ച് വലിച്ചെടുക്കാം. നെക്സ്റ്റിൽ ഞാൻ അടുത്തൊരു ടൈപ്പ് കാണിച്ചു തരാം. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് തൊട്ടടുത്ത 2 ചെയിനിൽ കൂടെ ഇതുപോലെ ഫ്രണ്ട് ലൂപ്പിൽ മാത്രം കേട്ടോ നമുക്ക് യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ നമുക്ക് ത്രെഡ് വലിച്ചെടുക്കാം. പിന്നെ നമുക്ക് അടുത്ത 2 ത്രെഡ് ഉണ്ടാവും. ആ 2 ത്രെഡിൽ കൂടെ ഇതുപോലെ സിംഗിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തടുത്തുള്ള 2 സ്റ്റിച്ച് മാറിയിട്ട് സിംഗിൾ സ്റ്റിച്ചായിട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു ഡിക്രീസ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്കിത് എവിടെയാണ് യൂസ് ആവുന്നതെന്നും കൂടെ കാണിച്ചു തരാം. ഇതൊരു അമിഗുറുമി ഡോളാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടെ റൗണ്ടായിട്ട് പിന്നെ അത് ഇൻക്രീസ് ചെയ്തിട്ട് വരുന്നതാണ്. നമുക്ക് വേണ്ടത്ര സൈസിലോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിക്രീസ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കാൻ. ഇപ്പോൾ സിംഗിൾ ക്രോഷേ വെച്ചിട്ടാണ് ഇതുപോലത്തെ അമിഗുറുമിയൊക്കെ ചെയ്യുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻക്രീസും ഡിക്രീസും ഒക്കെ യൂസ് ആവുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്തില്ലേ, ആ ചെയിനിലോട്ട് ഞാൻ അടുത്ത കുറച്ച് സ്റ്റിച്ചും കൂടെ പരിചയപ്പെടുത്തി തരാം. അടുത്ത് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഷെൽ സ്റ്റിച്ചാണ്. ഷെൽ സ്റ്റിച്ച് എന്ന് പറയുമ്പം ഒരു ചെയിനിൽ തന്നെ 5 ഡബിൾ ക്രോഷേ വരും. ഈ ചെയിനിലോട്ട് ഞാനിപ്പം 5 ഡബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒരേ ചെയിനിൽ തന്നെ വരുന്നതിന് നമ്മൾ ക്ലസ്റ്റർ എന്നാണ് പറയുക. ഒരേ സ്റ്റിച്ച് തന്നെ കുറേയധികം വരുമ്പോൾ നമ്മൾ ക്ലസ്റ്റർ എന്നാണ് പറയുക. ഇങ്ങനെ 5 എണ്ണത്തിൻ്റെ ഒരു ക്ലസ്റ്ററിനെയാണ് നമ്മൾ ഷെല്ലെന്ന് പറയുക. ഇപ്പോൾ ഇതൊരു ഷെൽ സ്റ്റിച്ചാണ്. ഒരേ ചെയിനിൽ തന്നെ 5 എണ്ണം വന്നു. ഇതൊരു ഷെൽ സ്റ്റിച്ചാണ്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് എന്താണെന്ന് പഠിക്കാം. ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നത് പോലെ ഇതുപോലെ വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇതുപോലെ നമുക്ക് എത്ര വേണ്ടതെന്നുള്ളത് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുക. ഇതുപോലെ വലിച്ചെടുക്കുക. ഇവിടെ 1 2 3 എണ്ണം ചെയ്ത് ഞാൻ 4 ഒന്നുകൂടെ ചെയ്യാൻ പോവാണ്. സെയിം സ്റ്റിച്ച് തന്നെ ഇത് എല്ലാം കൂടെ നമ്മൾ വലിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ചെയിൻ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ വലിച്ചെടുക്കുന്നതിനാണ് നമ്മൾ പഫ് സ്റ്റിച്ച് എന്ന് പറയുക. അടുത്ത ഒരു ചെയിനിൽ കൂടെ ഞാൻ പഫ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഈ പഫ് സ്റ്റിച്ചൊക്കെ കുറച്ച് തിക്നെസ് വരുന്ന പ്രോജക്റ്റിലൊക്കെ, അതായത് ചിലപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നത് പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. അതിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ, എന്നിട്ട് എല്ലാം കൂടെ ഒരു സ്റ്റിച്ചാക്കി മാറ്റുന്നതിനാണ് പഫ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നേരത്തെ വീഡിയോ കുറച്ച് ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഒന്നുകൂടെ വീഡിയോ എടുത്തത്. ഇതുപോലെ നമ്മൾ ഫുൾ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നത് പോലെ ഇതുപോലെ ഫുൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതുപോലെ എല്ലാം ഒന്നിച്ചാണ് വലിച്ചെടുക്കുക. ഇതുപോലെ ഇവിടെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അഭിപ്രായമൊക്കെ പറയണേ.
ഇനി നമുക്ക് അടുത്തൊരു സ്റ്റിച്ച് പരിചയപ്പെടാം. ഇതിനെ ബബിൾ സ്റ്റിച്ച് എന്ന് പറയും, അല്ലെങ്കിൽ ബോബിൾ സ്റ്റിച്ച് എന്നും പറയും. ഇത് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ഒരു 3 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സെയിം ചെയിനിലോട്ട് തന്നെ ഇതുപോലെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ, പക്ഷേ ഫുള്ളായിട്ടുള്ള ഡബിൾ ക്രോഷ്യ അല്ല, ഇത് നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഡബിൾ ക്രോഷ്യയാണ് നമ്മളിതുപോലെ ആക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു യാൺ ഓവർ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഫസ്റ്റ് നമ്മൾ വരുന്നില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് ഈ ഓരോ അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷ്യയും കൂടെ, ഇതിനെ ടുഗദർ എന്ന് പറയാം കേട്ടോ, ഡബിൾ ക്രോഷ്യ ടുഗദർ എന്നാണ് പറയുക. ഇങ്ങനെ കുറേ എണ്ണം നമ്മൾ ചെയ്തിട്ട് അത്രയും ഡബിൾ ക്രോഷ്യ ഒന്നിച്ച് യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ബബിൾ പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ അത് ശരിക്കും ആ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ക്ലസ്റ്റർ പോലെയല്ലേ ഉള്ളത്. ഇനി അടുത്തൊരു സ്റ്റിച്ചിലോട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു ബബിൾ എഫക്റ്റ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ അധികം ബാക്ക് സൈഡിലോട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ബബിൾ സ്റ്റിച്ച് നമുക്ക് ഫ്രണ്ടിലോട്ട് ഒരു നല്ലൊരു ഡിസൈൻ എഫക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അടുത്തൊരു സ്റ്റിച്ച് എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കോസ്റ്റർ ചെയ്തായിരുന്നു, അതിൽ യൂസ് ചെയ്ത സ്റ്റിച്ചാണ് പോപ്കോൺ സ്റ്റിച്ച് എന്ന് പറയും. ഞാനിവിടെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ചെയിനിലോട്ട് നമ്മൾ ഇതുപോലെ ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ് കേട്ടോ. ഇതുപോലെ ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഒരു 5 ഡബിൾ ക്രോഷ്യ ഞാൻ ഇതിലോട്ട് ചെയ്യുകയാണ്. 1 2 3 4 5. ഓക്കെ, എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, എന്നിട്ട് ഈ 5ാമത്തെ ചെയിൻ ഇത് കുറച്ചിങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഇവിടെയുള്ള ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിനിൽ കൂടെ നമ്മൾ ഈ 2 ഇതുപോലത്തെ ലൂപ്പില്ലേ, 2 ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ കൊണ്ടുവരിക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു നമ്മളിങ്ങനെ വലിച്ചു വെച്ചിട്ടുള്ള ഈ ലൂപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരണം, ഫസ്റ്റത്തെ ചെയിനിൻ്റെ ഉള്ളിലോട്ട്. എന്നിട്ട് ഇതുപോലെ ഫസ്റ്റത്തെ ചെയിനിൻ്റെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത ഒരു ചെയിനിലോട്ട് ഇതുപോലെ വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് 1 2 3 4 5 നമ്മളിത് കുറച്ചിങ്ങനെ വലിച്ചു വെക്കുക. ഫസ്റ്റത്തെ ചെയിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ ലൂപ്പ് വലിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു നല്ലൊരു ഷാർപ്പ് എഡ്ജ് നമുക്കിവിടെ ഫോം ചെയ്യും. അപ്പോൾ അതൊരു ഡിസൈനായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. ഇതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കണ്ടിട്ടില്ല എന്നുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇന്ന് പഠിപ്പിച്ച എല്ലാ സ്റ്റിച്ചിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞ് ഡിസൈനിൽ ചെയ്തത് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പോപ്കോൺ സ്റ്റിച്ച് കണ്ടോ, ഇവിടെ ഏറ്റവും ഔട്ടർ ലെയറായിട്ട് നമുക്ക് പോപ്കോൺ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. ഇനി നമ്മൾ പഫ് സ്റ്റിച്ച് പഠിച്ചു. ഈ ഒരു കുഞ്ഞ് ഫ്ലവർ ഉണ്ടാക്കിയത് പഫ് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ പഫ് സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതുപോലെ ഒരുപാട് കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കി അതൊക്കെ ഈ നടുവിൽ കാണുന്ന ഈ ഒരു ഹോളിൽ കൂടെ കോർത്തെടുത്തിട്ട് മാല പോലെ അല്ലെങ്കിൽ ഗാർലാൻഡ് പോലെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ വലിയ സൈസ് നമുക്ക് ചെയ്താലൊക്കെ നല്ല ഭംഗിയാണ്. നമ്മളിപ്പം കല്യാണ മാലയുടെ ഒക്കെ അങ്ങനത്തെ ഒരു ഡിസൈനിലൊക്കെ ചെയ്യുന്ന വേണ്ടിയിട്ടില്ലേ, അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ഡിസൈനിലൊക്കെ പലതരം ഫ്ലവേഴ്സ് ഉണ്ടാക്കി കോർത്ത് മാലയൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇത് കണ്ടോ, ഇത് ഒരു കുഞ്ഞ് ലേസ് ഉണ്ടാക്കിയതാണ്, കുഞ്ഞൊരു പാറ്റേൺ നമ്മുടെ ഷെൽ സ്റ്റിച്ച് വെച്ചിട്ട്. ഇതുപോലെ നമുക്ക് വളരെ നല്ല വേണ്ടത്ര ലെങ്ത്തിൽ ചെയ്താൽ ലേസ് പോലെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബാഗിനൊക്കെ ഇങ്ങനത്തെ ഡിസൈൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വെറ്ററിന് അങ്ങനത്തെ ഒക്കെ കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ ഫ്രില്ല് പോലെ അങ്ങനത്തെ ഒക്കെ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ പഠിച്ച ബബിൾ സ്റ്റിച്ച് അല്ലെങ്കിൽ ബോബിൾ സ്റ്റിച്ച്, അത് വെച്ചിട്ട് ചെറിയൊരു ഇത് നമുക്കിപ്പോൾ ഹെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ വലുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോയാൽ നമുക്ക് ഹെയർ ബാൻഡായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബാഗിൻ്റെ സ്ട്രാപ്പ് ആക്കാം, ബാഗിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്യാം. ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ യൂസേജ്. അപ്പോൾ ഇത് ബാക്ക് സൈഡിലാണ് സ്റ്റിച്ച് വരുന്നത്, നമുക്ക് ഫ്രണ്ട് സൈഡിലോട്ട് ഈ ഡിസൈന് വരും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറേയൊക്കെ പ്രോജക്റ്റൊക്കെ ചെയ്ത് നോക്കാം. ആദ്യം കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമുക്ക് വലിയ വലിയ പ്രോജക്റ്റിലോട്ട് പോവാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലിട്ട് കാണുന്നത് വരയ്ക്കും ബൈ.